ശരി, മമ്മിയുടെ ഇഷ്ടം. വരുമ്പോ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരില്ലേ? ആ ഇല്ല, ഞാൻ ഒറ്റയ്ക്കങ്ങ് വരും. ആ വച്ചിട്ട് പോടി വേണേ, ഞങ്ങൾ എല്ലാരും വരും. അല്ല പിന്നെ ദാ, അച്ഛനെ കാണാനുള്ള തിടുക്കം കണ്ടില്ലേ? അമ്മേ, ശരിക്കും നമ്മൾ അവിടേക്ക് പോണോ? ആ അല്ല, ആ മരുമക്കളുടെ മോന്ത കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. എടീ, ഇതൊരവസരമാ. ഇതുപോലെ പണക്കാരുടെ വീട്ടിലെ പാർട്ടിക്കൊന്നും നമ്മളെ ആരും ക്ഷണിക്കില്ല. ഇപ്പൊ വിളിക്കാനൊരാളുണ്ടായത് നമ്മുടെ ഭാഗ്യം. ഈ ദീപാവലിക്ക് ഞാനൊരു കലക്ക് കലക്കും. ഇത് ആർത്തി മൂത്ത് പ്രാന്തായത് തന്നെ. നിങ്ങൾ ഇതുവരെ ചത്തില്ലേ? ഞാൻ ചാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നോ നീ? ജയിലിൽ കിടന്ന് നിന്റെ അച്ഛൻ ഒരു ആപത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നീ. പറയ്, എന്തായി കാര്യങ്ങൾ? എത്രയും വേഗം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയില്ലെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന്. അതിനെ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തുപറ്റി? ആ ഹിറ്റ്ലർ ചതിച്ചു. ആ ലോക്കർ ഇപ്പൊ അവിടെ കാണാനില്ല. നീ ഒന്നുകൂടി നോക്ക്. അയ്യോ ഇല്ല, സത്യമായിട്ടും ആ റൂമിലില്ല. ഡാമിറ്റ്, നിന്റെ ഹിറ്റ്ലർ അതെടുത്ത് മാറ്റിക്കാണും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന് കോമൺ സെൻസ് മതി. ഓ ഓ, അപ്പൊ എനിക്ക് അതില്ലാന്ന് അല്ലേ? ദേ, വെറുതെ എന്നെ മാന്തല്ലേ, എനിക്ക് തീരെ ഇഷ്ടമല്ല. അതെ, നീ ഇനി കുറച്ചൊന്ന് സൂക്ഷിക്കണം. അയ്യോ, എന്റെ ജീവൻ എന്തെങ്കിലും അപകടം ഉണ്ടോ? ആരെങ്കിലും എന്നെ കൊല്ലാൻ വല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഏയ്, അതല്ല. നിന്നെ അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും DK ആ ലോക്കർ മാറ്റിയത്. ഓഹോ, അപ്പൊ അതിനർത്ഥം അതിനകത്ത് തെളിവുകൾ ഉണ്ടെന്നല്ലേ? എക്സാക്ട്ലി. എന്തേലി? ഓ, ഈ വട്ടു പെണ്ണിന്റെ കാര്യം. വട്ട നിങ്ങളുടെ പെണ്ണുപിള്ളക്ക്. ദേ, എന്റെ പെണ്ണുപിള്ള പറയരുത്. ആ, എന്നാ പിന്നെ എന്നെയും പറയരുത്. ഓ ശരി ശരി, സമ്മതിച്ചു. അതെ, ബി സീരിയസ്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ അധികം സമയമില്ല. അമരാവതിയിലും മരുമകളായിട്ടുള്ള നിന്റെ നാടകം ഉടനെ തീരും. അതിനു മുമ്പ് ആ ലോക്കർ കണ്ടുപിടിക്കണം. സംശയം തോന്നിയ സ്ഥിതിക്ക് അയാൾ നിന്നെ വാച്ച് ചെയ്യുന്നുണ്ടാവും. എന്നാ പിന്നെ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൂടെ? നിങ്ങൾ വലിയ CBI അല്ലേ? എവിടെയും കേറാം, അന്വേഷിക്കാം, ആരെയും അറസ്റ്റ് ചെയ്യാം. ഇവിടെ മാത്രം എന്താ പറ്റാത്തേ? ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. തൽക്കാലം അറിയേണ്ട കാര്യങ്ങൾ മാത്രം നീ അറിഞ്ഞാ മതി. ഡു ഇറ്റ് ഫാസ്റ്റ്, ഓക്കെ? ബേട്ടാ, യു ആർ ഗോയിങ്? നീ ഇത്ര നേരത്തെ പോവാണോ? അമ്മേ, ഓഫീസിൽ ഒരുപാട് ജോലികളുണ്ട്. നല്ല കാര്യം. അല്ലെങ്കിലും നിങ്ങൾ ഓഫീസിൽ പോകുന്നത് തന്നെയാ നല്ലത്. ഞാൻ എവിടെ പോണെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ആ, ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റൂ, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ പറ്റില്ലല്ലോ. എന്താ പറഞ്ഞു? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറയണം. അമ്മേ, ഇവളോട് മര്യാദയ്ക്ക് വായടച്ച് മിണ്ടായിരിക്കാൻ പറയും. അമ്മ, എന്നോട് വെറുതെ വഴക്കിന് വരരുതെന്ന് അമ്മയുടെ മോനോടൊന്ന് പറഞ്ഞേക്കണം.
ഞാൻ ഈ ഹിറ്റ്ലറിന്റെ അടിമയൊന്നും അല്ല. ആ അതിനേക്കാൾ വലിയ ഒരു വിലയും ഞാൻ നിനക്ക് തന്നിട്ടില്ല. സ്റ്റോപ്പ് സ്റ്റോപ്പ്. വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? എന്നെ നടുക്ക് നിർത്തി രണ്ടും കൂടി അടികൂടുവാണോ? ആ? അതെ, നല്ല സമയത്താ നീ പോകാൻ ഇറങ്ങിയത്. പൂജാമുറി വന്ന് രണ്ടും കൂടി തൊഴുതു പ്രാർത്ഥിക്ക്. ഹ? ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് തൊഴാനോ? പിന്നല്ലാതെ അതിന് നീ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വിളിക്കണോ ചുറ്റിന് നിന്ന് ഡാൻസ് ചെയ്യാൻ? ആ എന്തിനാ ജൂനിയർ ആർട്ടിസ്റ്റ്? ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു സീനിയർ ആർട്ടിസ്റ്റ്, ഒരു മഹാനടി. എവിടെ? അതാരാ? ദേ കണ്ടില്ലേ കണ്ണും വിഴിച്ച് നിൽക്കുന്നത് ഉണ്ടക്കണ്ണി. ഓ പിന്നെ ഇയാളൊരു മീശക്കാരൻ വന്നിരിക്കുന്നു. അഡോൾഫ് ഹിറ്റ്ലറിന്റെ മീശയാണെന്നാ വിചാരം. ഞങ്ങളുടെ നാട്ടിലെ തെങ്ങുകയറ്റക്കാരൻ ബാലൻ ചേട്ടന് ഇതിനേക്കാൾ വലിയ കൊമ്പമീശ. പിന്നെ തന്റെ മീശ. വാട്ട് മീശക്കാരൻ? വാട്ട് വാൽമാക്രി? രണ്ടും കൂടെ കണ്ട അപ്പ തുടങ്ങും വഴക്ക്. അയ്യോ ഇത് വഴക്കല്ലമ്മേ, ഇത് സ്നേഹല്ലേ. എടീ ഇവിടുത്തെ ഡോഗ് റോക്കിയോട് പോലും എനിക്കൊരു സ്നേഹമുണ്ട്. പക്ഷെ നിന്നെ വെറുപ്പാ. എന്നെ ചതിച്ചവരോടുള്ള തീർത്താൽ തീരാത്ത വെറുപ്പ്. ഇനി അധികം സംസാരിച്ചാ നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. DK, എന്റെ സുന്ദരി കുട്ടിയെ കുറിച്ച് ഒന്നും പറയരുത്. ആ, സുന്ദരിയോ? ആ ഇവളോ? ആ, അമ്മയുടെ കണ്ണിന് കാഴ്ച കുറഞ്ഞെന്ന് ഡോക്ടർ പറഞ്ഞത് വെറുതെ അല്ല. ഇവള് സുന്ദരിയല്ല, ബൊമ്മയാ, ബൊമ്മ. ബൊമ്മയ്ക്ക് എന്താ സൗന്ദര്യമില്ലേ? ആ സൗന്ദര്യമുണ്ട്, പക്ഷേ തലയ്ക്കകത്തൊന്നുമില്ല നിന്നെ പോലെ. മറ്റുള്ളവർക്ക് എപ്പോഴും പ്രോബ്ലംസ് മാത്രം ഉണ്ടാക്കുന്ന മാൻഡ്രേക്കിന്റെ തലയാ നിന്റേത്. ലേഡി മാൻഡ്രേക്ക്. ദേ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നിങ്ങളെ കൊല്ലാൻ തോന്നുന്നുണ്ട്. ദേ, മിണ്ടരുത്. ഇനി മിണ്ടിയ നിന്നെ എടുത്ത് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യും ഞാൻ. ഞാൻ ഇറങ്ങാമേ. ഓ പിന്നെ ഫ്ലഷ് ചെയ്യാൻ ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം ഞാൻ. അമ്മ പോയോ? അയ്യോ അമ്മ, എന്തു പറ്റമ്മ? ഓ, കുറച്ചു നേരം ഞാൻ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ നടുവിലായി പോയി. ഓ അയ്യോ, എന്തൊരു ക്ഷീണം. അമ്മ ആരോ വന്നു. എന്താ ഇതൊക്കെ? ഇതൊക്കെ ചീട്ട് കളിക്കുന്ന സ്ഥലം ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാ. സത്യത്തിലെ പണം വെച്ചാണോ ചീട്ടുകളി? പിന്നല്ലാതെ ഇതൊരു പന്തയല്ലേ മോളെ. ഭാഗ്യമുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കിട്ടും, ഭാഗ്യമില്ലെങ്കിൽ ലക്ഷങ്ങൾ അങ്ങ് പോവുകയും ചെയ്യും. പോലീസ് പിടിച്ചില്ലെങ്കിൽ കൊള്ളാം. പണം വെച്ച് ചീട്ട് കളിച്ച് ഹിറ്റ്ലറും മരുമക്കളും അറസ്റ്റിൽ എന്ന് ചിലപ്പോ പത്രത്തിൽ വാർത്ത വരും. ആദ്യപ്പോ ആര് വാർത്ത കൊടുക്കാനാ? ഞാൻ കൊടുക്കും, പോലീസിനെ അറിയിക്കുകയും ചെയ്യും. ഏട്ടി അഹങ്കാരി, പിന്നെ ഞാനിന്ന് ഒന്നാക്കി തരും. ആഹാ, അത്രയ്ക്കായോ നീ? അമ്മേ, അയ്യോ, എന്തിനാ ഇത്രയും പണം? പന്തയം വെച്ച് ചീട്ട് കളിക്കാൻ. എന്റെ അമ്മോ, ഈ കാശിന് എത്ര ചിക്കൻ ഫ്രൈ വാങ്ങിച്ച് തിന്നാം. എന്റെ ഈശ്വര, സമ്പാദിക്കാൻ ഒരാളും ചെലവാക്കാൻ ഒരുപാട് പേരും. കൊള്ളാം. നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഈ വീട്ടിലെ ഒരു ആഘോഷമാണ്. ഇതിനെ ആഘോഷം നല്ല ധൂർത്തെന്നാ ഞങ്ങളുടെ നാട്ടിലുള്ളവർ പറയുന്നത്. പണ്ടൊരിക്കേ ഞാനും അച്ഛനും കൂടി ചീട്ട് കളിക്കാൻ പോയിട്ടുണ്ടമ്മ. അന്ന് എനിക്ക് 500 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ എത്രയുണ്ട്? 10 ലക്ഷം. എന്റെ അമ്മേ, 10 ലക്ഷോ?
ഈശ്വരാ, എന്റെ ബോധം പോന്നു. ഇത് വെച്ചാണോ ചീട്ട് കളിക്കുന്നേ? ഇതിന്റെ 4 ഇരട്ടി കിട്ടും. നമ്മൾ തോൽക്കില്ല. എന്നെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? സത്യത്തിൽ ഇത് പോലീസിൽ അറിയിക്കേണ്ട കേസാ. ആ മായേ, ഈ പണം കണ്ണന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്ക്. യു കം വിത്ത് മീ. ഇവിടെ നിന്നാ നീ ഇനിയും എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയും. ആ. വാ വാ വാ, കം 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 കം. വന്നേ വന്നേ വന്നേ. ജ്യോതിനി വല്ല പ്രശ്നം ഉണ്ടാക്കൂ? ഈ വീട്ടിലെ ആചാരങ്ങൾ അവൾക്കറിയില്ലല്ലോ. ഇതവളുടെ അഹങ്കാരമാ. ഇതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടും ഉടനെ തന്നെ. സെറ്റ്. 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 ജാക്ക്പോട്ട് ജാക്ക്പോട്ട് ജാക്ക്പോട്ട്. ജാക്ക്പോട്ട് 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 ജാക്ക്പോട്ട്. ജാക്ക്പോട്ട് ജാക്ക്പോട്ട് ജാക്ക്പോട്ട്. അയ്യോ, അടിച്ചു. ബമ്പർ അടിച്ചു. അടിച്ചു. ജാക്ക്പോട്ട് അടിച്ചു. ജാക്ക്പോട്ട്. ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചു. അയ്യോ, ജാക്ക്പോട്ട്. ജാക്ക്പോട്ട്. എന്ത് ജാക്ക്പോട്ട്? അശാലതേ, നിനക്ക് എന്ത് പറ്റി? ഞാൻ ജയിച്ചു. എന്റെ കടമെല്ലാം തീർന്നു. ഞാൻ കളി ജയിച്ചു. നീ എന്ത് കളി ജയിച്ചെന്ന്? ഒളിമ്പിക്സിൽ വല്ലതും പോയോ? ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചു. ആശാലതേ, നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? ഞാൻ പിന്നെ ഇവിടെ. സുധേട്ടാ, നമ്മൾ ജയിച്ചു. നമ്മുടെ കടമെല്ലാം തീർന്നു. പണം, ഇഷ്ടം പോലെ പണം എന്റെ കയ്യിലുണ്ട്. ദാ. അയ്യോ അയ്യോ, എന്റെ പണം ഇവിടെ ഇന്നാണല്ലോ. എവിടെ പോയി? അവരൊക്കെ എവിടെ പോയി? ആര്? അമരാവതിയിലെ ആ വൃത്തികെട്ട മരുമക്കള്. അവരെയാ ഞാൻ തോൽപ്പിച്ചത്. നിർത്തേ. നട്ടപ്പാതിരേക്ക് മനുഷ്യനെ നടു ചവിട്ടി പൊളിച്ചിട്ട് ഭ്രാന്ത് പറയുന്നു. അയ്യോ, ഞാൻ സ്വപ്നം കണ്ടതായിരുന്നോ ഈശ്വര? അത് ശരി, ഉറക്കത്ത് ചീട്ട് കളിച്ചതായിരുന്നു. അതെ സുധേട്ടാ, അതെ. ആ 3 മരുമക്കളെയും ചീട്ടുകളി തോൽപ്പിച്ചതായിട്ടാ ഞാൻ സ്വപ്നം കണ്ടത്. പണി കിട്ടിയത് എന്റെ നടുവിന്. അതെ, നോട്ടുകെട്ടുകളുടെ കൂമ്പാരമായിരുന്നു. എനിക്ക് എത്ര കാശ് കിട്ടിയെന്നറിയാമോ? അപ്പൊ നീ ചീട്ടുകളി പ്രാക്ടീസ് ചെയ്തെല്ലാം ഇതിനു വേണ്ടിയായിരുന്നല്ലേ? നിങ്ങൾ നോക്കിക്കോ,
ഈ സ്വപ്നം ഞാൻ സത്യമാക്കി മാറ്റും. അല്ലെങ്കിലും പുലർകാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നല്ലേ പറയുന്നത്? അത് പുലർകാലത്തല്ലേ, ഇത് നട്ടപ്പാതിരയാ. മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക്. ശാലതേ, നീ ശത്രുക്കളോട് പോലും ഈ ചതി ചെയ്യരുത്. കുറച്ച് തൈലം പുരട്ടി തടവി തരട്ടെ? വേണ്ട, നീ ഇനി പുലർകാലത്ത് ആ സ്വപ്നം വീണ്ടും കാണാതിരുന്നാ മതി. അതൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എനിക്ക് സേഫ്റ്റിക്ക് ഒരു കാര്യം ചെയ്യട്ടെ, അപ്പുറത്തങ്ങനെ പോയി കിടക്കാം. അങ്ങനെ പോവല്ലേ സുധേട്ടാ. അതെ, നാളെ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കണം. അതെന്തിനാ? ചീട്ട് കളിക്കാൻ ചെല്ലുമ്പോഴേ നമ്മള് വെറും കൈയോടെ ചെല്ലാൻ പാടില്ല. നിങ്ങൾ നോക്കിക്കോ, ചീട്ട് കളിച്ചേ ഞാൻ കൈ നിറയെ കാശുണ്ടാക്കും. സാധാരണ ഭ്രാന്താണെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാം. നട്ടഭ്രാന്ത ഒരിടത്തും ചികിത്സയില്ല. ഷോക്ക് അടിപ്പിച്ചേ പറ്റൂ. മര്യാദ കിടന്നുറങ്ങി. അതിനകത്ത് നടു ചൊട്ടി പൊളിച്ചിട്ട് കടമാറ്റം നേരം എടുത്ത് ബാങ്ക് തുറക്കട്ടെ, എന്നിട്ട് കടമാറ്റാം. ദൈവമേ, നിങ്ങൾ നോക്കിക്കോ മനുഷ്യ, നാളത്തെ ചീട്ടുകളിയിൽ എല്ലാം മാറി മറിയും. ഞാനൊരു കലക്ക് കലക്കും. നമസ്കാരം. ഐ ആം മൂർത്തി, തരുൺ മൂർത്തി. ഇതെന്റെ വൈഫ് വൈജയന്തി. എന്തേ നിങ്ങൾ വൈകിയത്? എല്ലാം സംഭവിക്കാൻ ഒരു സമയമുണ്ടല്ലോ സർ. മഴ പെയ്യുമ്പോൾ ഇടിമിന്നലുണ്ടാകണം, എങ്കിലേ ആ മഴയുടെ വരവിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. DKയുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ വീണ്ടും കയറി വരുമ്പോൾ അതിനൊരു പഞ്ചുണ്ടാവണ്ടേ? അതുകൊണ്ടാ ഇത്രയും വൈകിയത്. ഒരു ദീപാവലിയുടെ ആഘോഷത്തിലാ ഞങ്ങളെ DK തകർത്തത്. ബിസിനസ്സുകൾ മുഴുവൻ അവൻ ഒറ്റയ്ക്ക് സ്വന്തമാക്കി. ഞങ്ങളും കൂടി ചേർന്ന് തുടങ്ങിയ റെസ്റ്റോറന്റ് ബിസിനസ്സിൽ നിന്നും DK ഞങ്ങളെ പുറത്താക്കി. പിന്നെ അജ്ഞാതവാസമായിരുന്നു ഇതുവരെ. കഴിഞ്ഞ 7 വർഷം DKയുടെ നാശം മാത്രം സ്വപ്നം കണ്ട് ഉറങ്ങുകയും ഉണരുകയും ചെയ്ത രാത്രികളും പകലുകളും. DK തകർക്കാനുള്ള ആയുധങ്ങൾ സ്വരുക്കൂട്ടുകയായിരുന്നു ഞങ്ങൾ ഇതുവരെ. അപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് വെറും വാക്കല്ല എന്നെനിക്കിപ്പോ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. മൂർത്തി, ഒരിക്കൽ നമുക്ക് മുന്നിൽ തോറ്റുപോയ ശത്രു പോലും വീണ്ടും കാണുമ്പോ അജയ്യരാവും. അപ്പൊ പിന്നെ നമ്മളെയും തോൽപ്പിച്ച് വിജയത്തിന്റെ കൊടുമുടി കയറിയ ശത്രുവോ? അയാളെ തോൽപ്പിക്കാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അന്ന് നിങ്ങൾ കണ്ട DK അല്ല ഇന്നത്തെ DK. അയാൾ വല്ലാതങ്ങ് വളർന്നു, ഒപ്പം അയാളുടെ ബിസിനസ്സുകളും. എനിക്കറിയാം, കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട് DK അങ്ങ് ഒരുപാട് ഉയരത്തിലെത്തി. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുന്നാണല്ലോ പ്രമാണം. ഏറ്റവും അടുത്ത ബന്ധുവായിട്ട് പോലും അവൻ നിന്നോട് ചെയ്തതൊക്കെ എനിക്കറിയാം. ആ പക നിന്റെ ഉള്ളിൽ കത്തുന്നതും എനിക്കറിയാം.
അവിനാഷ്, ഒരുമിച്ച് നിന്നാൽ നമുക്കവനെ തകർക്കാം. ആ, ഉവ്വ് ഉവ്വ്, ഐഡിയൊക്കെ കൊള്ളാം മൂർത്തി. നിന്നെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു, കുറേയേറെ വിവരങ്ങൾ കിട്ടി. അത് പക്ഷേ DK നിങ്ങളെ ചതിച്ച കഥയല്ല. ഒപ്പം നിന്ന് നിങ്ങൾ DK ചതിച്ചു വീഴ്ത്താൻ നടത്തിയ ശ്രമങ്ങളുടെ ഒരുപാട് കഥകൾ വിത്ത് എവിഡൻസ്. നീ അറിഞ്ഞതിലും കേട്ടതിലും ഒക്കെ സത്യങ്ങളുണ്ട്. പണം എന്നും എനിക്ക് ലഹരിയാണ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷെ എന്നെ ചതിച്ചത് അവനാ, ആ DK. ഞാൻ കൂടി നിന്ന് കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ റെസ്റ്റോറന്റിന്റെ പാർട്ട്ണർഷിപ്പിൽ നിന്നും എന്നെ അവൻ നിസ്സാരമായി ഒഴിവാക്കി. ഞങ്ങളുടെ സമ്പാദ്യം മുഴുവൻ DKയുടെ കയ്യിലായി. അതിനിടയില് ഒരു എപ്പിസോഡ് മൂർത്തി മറന്നു. നീ ജയിലിൽ കിടന്ന 2.5 വർഷം. എനിക്കെല്ലാം അറിയാം മൂർത്തി. റെസ്റ്റോറന്റിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിയപ്പോഴാ DK നിന്നെ ഒഴിവാക്കിയത്. നിന്നെ അയാൾ പോലീസിന് ഒറ്റിക്കൊടുത്തു. നിന്റെ ചൂതാട്ടത്തിന്റെ ആഘോഷത്തിൽ നിന്റെ സമ്പാദ്യം മുഴുവൻ നീ നശിപ്പിച്ചു കളഞ്ഞു. ഒടുവിൽ സ്വന്തം ബിസിനസ് കൂടി നശിച്ചു പോകും എന്ന് തോന്നിയപ്പോഴാ DK നിന്നെ കൈവിട്ടത്. അല്ലേ മൂർത്തി? അവിനാഷ്, ഞങ്ങളുടെ ജീവിതം തകർത്തത് DKയാ. ഞങ്ങളുടെ പ്രോപ്പർട്ടി മുഴുവൻ ഇപ്പൊ അയാളുടെ കയ്യിലാ. അവനോട് ഞങ്ങൾക്ക് കണക്ക് പറഞ്ഞൊക്കെ തിരികെ മേടിക്കണം. അതിന് നീ ഞങ്ങളോടൊപ്പം നിൽക്കില്ലേ അവിനാഷ്? നിന്നാൽ എനിക്കെന്ത് ഗുണം? പണം കൊണ്ട് നിന്നെ വീഴ്ത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഞങ്ങൾ കൂടെ നിൽക്കും. പ്രിയയുടെ കാര്യം കൂടി ചേർത്തിട്ടാ ഞങ്ങൾ പറഞ്ഞത്. പിന്നെ പോലീസ് യൂണിഫോമിന്റെ അകത്താണെങ്കിലും ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ കൂടി തന്നെയാ സാറും സഞ്ചരിക്കുന്നത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞങ്ങൾ വന്നത്. DK സാറിനെ എതിർക്കുന്നത് പ്രിയയുടെ കാര്യത്തിൽ മാത്രമല്ല, ആ ബിസിനസിന്റെ കാര്യത്തിൽ കൂടിയാ, അല്ലേ സാർ? അതിനി എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട വേണ്ട വേണ്ട. എന്തിനു വെറുതെ അതൊക്കെ പറഞ്ഞ് നമ്മൾ സമയം വെറുതെ കളയണം? നമ്മൾ ഒരേ തൂവൽ പക്ഷികളല്ലേ?